വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നോട് കുറേ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചിട്ട് അതിനു വേണ്ടി ഇതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് ശതമാനം, അതായത് വളരെ കുറച്ച് ശതമാനം പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ കിട്ടാത്തത്, എനിക്ക് കിട്ടുന്നില്ലല്ലോ. ശരിയാണ്, എല്ലാ പ്രാവശ്യവും ഒന്നും കിട്ടൂല, എനിക്കും കിട്ടാതായിട്ടുണ്ട്. ഇത് 100% നമുക്ക് ഇത് കൊണ്ട് തരുന്ന ഒരു സംഭവമല്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ ആയി പോകുന്ന കാര്യങ്ങളുണ്ട്. അതെവിടേക്കാന്ന്, അതെന്തായാലും നമ്മുടെ തന്നെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. അതെവിടേക്കാന്ന് അറിയോ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ അത്രയ്ക്ക് നമ്മുടെ മനസ്സ് കിട്ടാഞ്ഞിട്ട് പോയി പോകുന്നതാണ്, നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ശരിയാക്കി എടുക്കണം. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് നമുക്കതിൽ വിശ്വാസം ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ വിശ്വസിക്കാം, ചെയ്യാം, ആ ഒരു രീതിയിൽ ചെയ്താലും നമുക്ക് എവിടേക്കോ ഒരു പാളിച്ച, നമുക്കൊരു വിശ്വാസക്കുറവുണ്ടാവും. എവിടേക്കോ ഇതിലെന്തോ ഒരു ഇതില്ലേ, ഇതൊക്കെ ഉണ്ടാവുമോ, നമുക്ക് ലോജിക്കലി അത് അത്ര ഓക്കെ അല്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് എവിടേക്കോ നമ്മുടെ ഒരു അവിടെ പോയിട്ടുണ്ടാവും. അത് നമ്മൾ പക്ഷേ അംഗീകരിക്കില്ല. നമ്മൾ ഉപബോധം മനസ്സിലാതുണ്ടെങ്കിലും നമ്മൾ ബോധ മനസ്സിലേക്ക് നമ്മളത് എടുക്കില്ല. നമ്മൾ വേണ്ട, അങ്ങനൊന്നും ചെയ്യണ്ട എന്നുള്ളതിൽ ഒരു പേടിയോടെ, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കാതെ അത് പോയി പോകണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരിക്കും. പക്ഷെ ഉള്ളിൽ അതുണ്ടാവും. ആ ഉള്ളിലുള്ള ഈ കളികളെയാണ് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു പോകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. നമ്മുടെ പ്രപഞ്ചത്തെ നമ്മളൊന്ന് വിശ്വസിച്ച് വെച്ചാൽ നമുക്ക് എന്താ കുഴപ്പം? നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാൻ, അഫർമേഷൻ ചെയ്യാൻ ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും രാവിലെ രാത്രി നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ യൂണിവേഴ്സിന്റെ കുട്ടിയാണ്, നമ്മൾ യൂണിവേഴ്സിന് എത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് യൂണിവേഴ്സ് എല്ലാം ചെയ്യുന്നു നമ്മളെപ്പോഴും അത് ഒറ്റ അടിക്ക്, അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇത് നമുക്ക് എല്ലാവരും ഇട്ട് കൊടുക്കാൻ ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ആ വിശ്വാസം എല്ലാ രീതിയിലും നമുക്ക് വരണം. നമ്മൾ തന്നെ സംസാരിക്കണം. നമ്മൾ തന്നെ എന്താ പറയാ, മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് നമ്മൾ സംസാരിക്കുന്നത്, വായിക്കൊണ്ട് പറയുന്നത്. അതാണ് ഈ വേർഡ്സ് ആർ എനർജി ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ആയാലേ ഉള്ളൂ നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് നാച്ചുറലി വരുള്ളൂ. അങ്ങനെ വന്നിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിന് എന്താ പ്രശ്നം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതായത് എന്തെങ്കിലും രീതിയിൽ ഡിപ്രഷൻ ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും അസൂയ, ആരോടെങ്കിലും ആ ഒരു വിദ്വേഷം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ തന്നെ അറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ ഒരാളോട് പറയാനായിരിക്കും ബുദ്ധിമുട്ട്. എനിക്ക് ഇന്ന ആള് ഇതായി വരുന്നത് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെന്നെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ച് നമ്മളത് പറയില്ല. പക്ഷെ നമുക്ക് നമ്മളോട് പറയുന്നതിന് എന്താ പ്രശ്നം അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പറയാതെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതെന്താണ്? നമ്മുടെ മനസ്സ് ശരീരവും നമ്മളെപ്പോഴും ഒരു അമ്പലം പോലെ വെക്കണം, നമ്മുടെ ചുറ്റുപാട് വെക്കണം. ഞാൻ വീട് എപ്പോഴും ആ രീതിയിൽ കൊണ്ടുവയ്ക്കാനുള്ളത് പറയാറുണ്ട്. ഒരു അമ്പലം, ഒരു വൈബ് നമുക്ക് വേണം. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മനസ്സിന് സന്തോഷമല്ലേ കിട്ടുന്നത്? ആ ഒരു വൈബ്, നമുക്ക് ആ ഒരു ഇഷ്ടം, ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാടും അങ്ങനെ ഇരുത്താൻ എങ്ങനെ ഇരിക്കും? വളരെ നല്ലതല്ലേ? അതെപ്പോഴും നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത ഒരു വിചാരങ്ങളും ഉണ്ടാവാൻ പാടില്ല ഒരു രീതിയിലും. നമുക്ക് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളൊന്ന്, ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ ഒരു അവയർനെസ്, നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന ഒരു സംഭവം. എന്താന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കാം നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരുന്നു എന്നുള്ളതിനെ പറ്റി അറിവുണ്ടാവുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി. അതായത് എന്തൊക്കെ എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വന്നാൽ പിന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാതെ പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്നെ പറ്റും, നമുക്കാദ്യം വേണ്ട തിരിച്ചറിവല്ല, നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഈ തിരിച്ചറിവിലേക്ക് എത്തുന്നു, അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നു, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടും ഈ പറഞ്ഞ പോലെ അഫർമേഷൻ എല്ലാം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മനസ്സിൽ എന്താണ് പ്രശ്നം. ആ പ്രശ്നം എടുത്ത് ഒഴിവാക്കുക. ആരോടെങ്കിലും ഉള്ള പ്രശ്നങ്ങളാണോ, ദേഷ്യമോ, അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള സങ്കടമോ, അങ്ങനെ എന്തായാലും ഇതൊക്കെ ഒഴിവാക്കി മാറ്റി വെക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ നമ്മുടെ മനസ്സ് ക്ലീനായി ഒരു അമ്പലം പോലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ അഫർമേഷൻ, നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ 100% അത് വർക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് എൻ്റെ ഒരു എന്താ പറയുക, അനുഭവത്തിൽ നിന്ന് അത്രയും ഹോണസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അത് കിട്ടും. അപ്പം നമ്മളെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എന്താ പറയുക, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ള അത് മനസ്സിലാക്കണം, നമുക്ക് വിശ്വാസം വേണം. ഇത് രണ്ടാണ് ഏറ്റവും ഇത് വേണ്ടത്. പിന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനെ ഒന്നും സൂക്ഷിക്കരുത്, അങ്ങനത്തെ ഒരു ഇതും വേണ്ട. പിന്നെ മൂന്നാമത്തേത് വേണ്ടത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ നിന്നും നമ്മൾ മാക്സിമം കഴിയുമെന്ന് വിട്ടു നിൽക്കാൻ നോക്കണം.
നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളെ കൂടെ എല്ലാ രീതിയിലും നമുക്ക് ഉണ്ട് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷെ ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ കൂടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു കാര്യം നമ്മൾ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആൾക്കാർ, അങ്ങനെ പലതും ആണ് ഈ ടോക്സിക്കിൽ വരിക. അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക, അത് നമ്മളെയും ബാധിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത്. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് നമ്മുടെ ഒരു ടെൻഷൻ എന്നൊക്കെ പറയും, ടെൻഷൻ, ഒരു വെപ്രാളം, നമുക്കൊരു സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ, നമുക്കൊരു എന്താ പറയാ, ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അഥവാ നമ്മളിത് ചെയ്താലും കിട്ടുമോ അങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ഉള്ളിലൊരു വെപ്രാളം വരിക, നമ്മളെ പോലെ അറിയാതെ. അതായത് നമ്മൾ മെന്റലി നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, വേണ്ട ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, നിർത്തുന്നു, പക്ഷെ കേൾക്കുന്നുണ്ടാവില്ല. നമുക്ക് ഉള്ളിൽ എവിടെയോ ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയ ഒരു അവസ്ഥ ഉണ്ടാവും. അത് വളരെ നെഗറ്റീവാണ് കേട്ടോ. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് വരിക, നമുക്ക് എന്താണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കാക്കും, 2-3 ദിവസം വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇത് മാറുന്നില്ലെങ്കിൽ, 3 ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് മാറിയിരിക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, ഓക്കെ, നീ ഇത് പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല, നിന്റെ ടെൻഷൻ നിന്നിട്ട് അടുത്തേക്ക് വരുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് മാറി വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നീ അറിയാതെ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് എനർജിയാണ്, അത് നിനക്ക് കൊണ്ടുവരുന്നത് പോലും ഇല്ലാതാക്കും. സോ ഇത് ഇതിന്റെ ഒരാവശ്യമില്ല എന്നുള്ളത് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. അതായത് നമ്മുടെ ഉള്ളിലെ തെറാപ്പിസ്റ്റ് നമ്മൾ തന്നെ ആവണം കേട്ടോ. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉള്ളിൽ പരിഹരിക്കാൻ നിന്നാൽ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ഫ്രണ്ടിനോട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക, അതുപോലെ നമ്മളോട് പറയണം, നമ്മളത് കേൾക്കും വേണം. എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ഒന്ന് എഴുതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ എനിക്കത് നല്ല റിലീഫ് കിട്ടാറുണ്ട്, എനിക്ക് പിന്നെ റിസൾട്ടും വരാറുണ്ട്. അതാണ് ഇത് ഞാൻ ചെയ്യാറുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അഥവാ പറ്റുന്നില്ലെങ്കിൽ, പറ്റാത്തവരാരും ആയിക്കോട്ടെ, ഇത് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ പോയിട്ട് ഇത് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കണം. നിങ്ങൾ ഈ നിമിഷം അല്ലെങ്കിൽ ഈ ദിവസം മുതൽ നിങ്ങൾ മെഡിറ്റേഷൻ ആരംഭിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ ഒരു സെൽഫ് അവയർനെസ്, എല്ലാ രീതിയിലും അവയർനെസ് എന്ന് പറയുന്നത് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മളൊന്ന് കോൺഷ്യസ് ആവണം, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താണോ, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന എന്താണോ അതിനൊക്കെ പറ്റിയൊരു കോൺഷ്യസ് ആവുക. നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ടാത്തതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു ആള് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കി തരും, ഏതൊക്കെ വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അതായി മാറുകയാണ്. അത് ആ രീതിയിൽ വന്നിട്ട് നമുക്ക് ഓരോ ദിവസം പിന്നെ ജീവിക്കാൻ തന്നെ എന്തൊരു ഈസി ആയിരിക്കും എന്നറിയോ. ആ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാതെ എല്ലാവരുടെയും പ്രശ്നം അതാണ്, നമ്മൾ എന്താന്ന് പോലും അറിയാതെ നമുക്ക് ഓരോന്നും വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവും, ഓവർ തിങ്കിങ് ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഒരു കറന്റ് ലൈഫ്, നമ്മുടെ ഈ ഒരു അവസ്ഥ നമ്മൾ ജീവിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഭാവിയിലേക്കുള്ളത് പോലും നമുക്ക് കിട്ടില്ല. ആ രീതിയിൽ വേണം. അപ്പോൾ ഇതാണ് അടുത്തത് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കൂ, നിങ്ങളോട് തന്നെ സംസാരിക്കൂ. അപ്പൊ സംസാരിച്ച് അതിനുള്ളൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ആശ്വസിപ്പിക്കലോ സ്വയം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ വെറുതെ ഇങ്ങനെ തിങ്ക് ചെയ്ത് കൂട്ടുന്നതിലല്ല കാര്യം. നമ്മൾ മനസ്സിൽ ഇപ്പൊ എന്തോ ആലോചിക്കാം, ചിലപ്പോ അതൊരു AI വീഡിയോ കാണുന്നത് പോലെ ഇരിക്കും. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യം വരും, പിന്നെ അത് വേറൊരു കാര്യത്തിലേക്ക് പോകും, പിന്നെ എന്താ നമ്മൾ ആലോചിച്ചെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പാറ്റേൺ എന്തായാലും ഉണ്ടാവും, അവിടുന്ന് വിട്ടുപോവില്ല, നല്ല ക്ലിയർ ആയിട്ട് അത് പോകും. അതാണ് സംസാരിക്കേണ്ട ഒരിത്. അതിനേക്കാൾ പവർഫുൾ ആണ് നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് എല്ലാ പോയിന്റ്സ് എഴുതി കൂടി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞോളും. അപ്പോൾ ഈ ഒരു ശ്രദ്ധിക്കുക, സംസാരിക്കുക, എഴുതി വെക്കുക. അതിൽ നിങ്ങൾ ഈ ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ അതിന് വാല്യൂ കൊടുക്കുക. അങ്ങനെ നമ്മൾ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടെൻഷൻ വെപ്രാളാണ്. ചില സമയത്ത് വരും, എല്ലാവർക്കും വരും. നമ്മളാരും വലിയ ലെവലൊന്നും എത്തിയിട്ടില്ലല്ലോ, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇതിലല്ലേ. അപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്നും ആക്കുക. അങ്ങനെ ആക്കിയിട്ട് അതെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് എല്ലാം നമ്മൾ തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരും, നമ്മൾ അടുത്തേക്ക് വരികയാണ്, വേഗം വരും. അത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ആർക്കും പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി വരില്ല കേട്ടോ, ഉറപ്പായിട്ട് കിട്ടും. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഫെയ്ത്ത് വേണം, നിങ്ങൾക്ക് വിശ്വാസം വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 കപ്പ് ചെയ്യുകയാണെങ്കിൽ, 2 കപ്പ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ, നോട്ട് ടെക്നിക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫൈനലി എന്താണ് ആ കപ്പിൽ എഴുതുന്നത്, നമുക്ക് കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ജേർണൽസ് എഴുതുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് താങ്ക്സ് ആണ് പറയുന്നത്, അല്ലേ? താങ്ക്സ് പറഞ്ഞത് കിട്ടിയതുപോലെ നമ്മുടെ മനസ്സിൽ. നമ്മുടെ നോട്ട് ടെക്നിക്കിൽ അല്ല അവസാനത്തെ നോട്ട് ഇടുന്നത് നമുക്കത് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അത് വെറുതെ പേരിനിട്ടാൽ പോരാ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ടെൻഷന്റെ ആവശ്യമുണ്ടോ?
പിന്നെ വെപ്രാളത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മളെ മിസ്റ്റേക്കാണ്. നമ്മളത് ആ ഒരു ഇത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്, റിസൾട്ടിലേക്ക് വരാനുള്ള ഇത് വൈകി പോകുന്നത്. പക്ഷേ 100% ഫെയ്ത്തോടെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലിയർ മൈൻഡും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. പിന്നെ കിട്ടിയില്ലെന്ന് ആരും എന്നോട് പറയില്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.